എല്ലാവർക്കും നമസ്കാരം. മദ്യം, മയക്കുമരുന്ന്, മറ്റ് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ എല്ലാം ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള നിരോധിത മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ യുവാക്കളുടെ ഇടയിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലും ഒക്കെ കൂടി വരുന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെയും വിതരണത്തിനെതിരെയും ഒക്കെ ഒരു വലിയ സാമൂഹ്യ ബോധവൽക്കരണം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയുമാണ്. നശാമുക്ത് ഭാരത് അഭിയാൻ എന്നുള്ള ഒരു പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടുകൂടി കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കോട്ടയം സാമൂഹ്യനീതി ഓഫീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കുവാനുള്ള പ്രയത്നത്തിലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ യുവാക്കളിലേക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സുതാര്യമായും ഇത്തരത്തിലുള്ള ആശയങ്ങളും സന്ദേശങ്ങളും എത്തിക്കാൻ സാധിക്കുന്നത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തിനായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുക്കുന്നതും ഏറ്റവും നല്ല കാര്യമായിട്ടാണ് കണക്കിലാക്കുന്നത്. കോട്ടയം സാമൂഹ്യനീതി ഓഫീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ നശാമുക്ത് ഭാരത് അഭിയാന് വേണ്ടിയിട്ട് നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പിന്റെ എല്ലാ ഐക്യദാർഢ്യവും ഈ ഒരു പദ്ധതിക്കായി നൽകുന്നു. ഈ ഒരു പദ്ധതി വലിയ വിജയമായി തീരട്ടെ. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള സന്ദേശങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മുടെ യുവാക്കൾക്കും പുതുതലമുറയിലേക്കും എത്തിക്കുവാൻ ഈ നവമാധ്യമങ്ങളിലൂടെ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.